ഹേ ഗൈസ്, അപ്പോൾ ഈ ഒരു ചാനലിൽ കുറച്ച് നാളായിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ല. വേറൊന്നുമില്ല, നമുക്കൊരു എഡിറ്റർ ഇല്ല. അതുകൊണ്ട് രണ്ട് ചാനലും കൂടി മാനേജ് ചെയ്യാനുള്ള കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ എന്തായാലും ഒക്കുന്ന ചാനലിൽ എന്തായാലും ഞാൻ ഈ ഒരു ചാനലിൽ വീഡിയോ ഇടാൻ ശ്രമിക്കാം എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ കഴിയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും അതൊക്കെ പോട്ടെ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന മൂവി 2025 ഒരു ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ആൽമ ആൻഡ് ദ വോൾഫ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വോൾഫ് സംബന്ധമായിട്ടുള്ള മൂവീസ് നമ്മൾ ഇതിന് മുന്നേ നമ്മുടെ ഈ ഒരു ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും മറക്കാതെ ഒന്ന് ചെക്ക് ചെയ്തേക്കാൻ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ലിങ്ക് കൊടുത്തേക്കാം. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ ഇനിയും ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോയാലോ. അപ്പോൾ ഈ ഒരു മൂവിയുടെ തുടക്കത്തിലെ ഒരു പോലീസ് ഓഫീസർ ആയിട്ടുള്ള റെൻ ഒരു കടൽ തീരത്ത് ഒരു ബലൂണും പിടിച്ചതിനെ നിൽക്കാണ്. ആ ഒരു ബലൂൺ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ എന്തോ ഒരുപാട് കാര്യങ്ങൾ അയാൾ ഇങ്ങനെ ചിന്തിച്ച് നോക്കുന്നുണ്ട്. കാരണം എന്തോ ഒരു സങ്കടകരമായിട്ടുള്ള കാര്യം അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതും ഈ ഒരു സ്ഥലത്ത് വെച്ചാണെന്ന് തോന്നുന്നു. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് അയാളുടെ ആ ഒരു വണ്ടിയിലെ റേഡിയോയിൽ ആരോ ഇങ്ങനെ സംസാരിക്കുന്നു. പെട്ടെന്ന് നേരത്തെ സംസാരിക്കുമ്പോഴത്തേക്കാണ് ഇവിടെ അടുത്തായിട്ട് എന്തോ ഒരു കാര്യം നടന്നിട്ടുണ്ട്. അതെന്താണെന്ന് പോയി നോക്കാനായിട്ടാണ്. അങ്ങനെ ഈ ഒരു കാര്യം കേൾക്കുന്നത് റെൻ എന്താ ചെയ്യുന്ന വെച്ചാൽ തന്റെ വണ്ടി എടുത്തിട്ട് ആ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുമ്പോഴത്തേക്കും രണ്ടു വശങ്ങളിലും നിറയെ കാട്. അങ്ങനെ ആ ഒരു റോഡിലൂടെ കുറെ ദൂരം മുന്നോട്ട് പോകുമ്പോഴത്തേക്കാണ് വെളിയിൽ നല്ല മഴയും പെയ്യുന്നുണ്ട്. അപ്പോഴാണ് ആ ഒരു റോഡിന്റെ സൈഡിലൂടെ ഒരു പെണ്ണ് നനഞ്ഞുകൊണ്ട് ഇങ്ങനെ നടന്നു പോകുന്നു. റെൻ പെട്ടെന്ന് അവിടെ വണ്ടി നിർത്തിയിട്ട് അതിൽ നിന്നിറങ്ങി ആ ഒരു പെണ്ണിനെ ഇങ്ങനെ വിളിക്കും. അപ്പോഴേക്കാണ് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ കയ്യിലാണെങ്കിൽ ഒരു ചത്ത നായ്ക്കുട്ടിയുണ്ട്. അതുപോലെ അവളുടെ ദേഹം മുഴുവനായിട്ട് രക്തമുണ്ട്. അങ്ങനെ ഇത് കണ്ട റെൻ ആണെങ്കിൽ ഓടി അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഒന്നുകിൽ ഇവളെ ആരെങ്കിലും അറ്റാക്ക് ചെയ്തു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിച്ചെന്ന് പറഞ്ഞ് ഓടി വന്ന് അവളെ പിടിച്ച് വണ്ടിയിലേക്ക് കയറ്റിയിട്ട് അവളെ നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ ആ ഒരു പെണ്ണിന്റെ പേര് ആൽമ എന്നാണ്. അങ്ങനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ക്രിമിനൽസുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ലെന്നേലും ചോദിച്ചിട്ട് ഓക്കെ നിനക്ക് എന്താ സംഭവിച്ചേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴത്തേക്കാണ് അവൾ പറയുന്നത് അവളും അവളുടെ നായ്ക്കുട്ടിയും അവൾ എല്ലാ ദിവസവും ഇവിടെ അടുത്തുള്ള ലേക്കിൽ കുളിക്കാനായിട്ട് പോകുന്നു. അങ്ങനെ ഈ ഒരു ദിവസം കുളിക്കാനായിട്ട് പോയപ്പോൾ അവളുടെ നായ്ക്കുട്ടിയെ ഒരു കൂട്ടം ചെന്നായ്ക്കൾ വന്ന് ആക്രമിക്കായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ വെള്ളത്തിലായിരുന്നു, എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലായി അവൾ മദ്യപിച്ചിട്ടുണ്ടെന്ന്. കാരണം ആ ഒരു കാര്യം അവൾ തന്നെ പറയുന്നുണ്ട്, ഞാൻ മദ്യപിച്ചിട്ടുണ്ടെന്ന്. അതിനുശേഷം ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ വിശ്വസിക്കാന്ന് എനിക്ക് അറിയത്തില്ല. ഒരു വലിയ ചെന്നായ അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവളെ ഒന്നും ചെയ്തില്ല, അത് അവിടെ നിന്ന് പോയി എന്ന് പറയുമ്പോഴത്തേക്കും ഇത് കേൾക്കുന്ന നമ്മുടെ ഹീറോ എന്താണ് വിചാരിക്കുന്നത്, അവൾ മദ്യപിച്ചത് കൊണ്ട് തന്നെ കള്ളം പറയുമായിരിക്കും, ഇതെല്ലാം അവളുടെ ഇമാജിനേഷൻ ആയിരിക്കും എന്നും പറഞ്ഞിട്ട് അവൻ പോകാനായിട്ട് വരുമ്പോഴത്തേക്കും അവൾ പറയുന്നുണ്ട് പ്ലീസ് എനിക്ക് വേണ്ടി ആ ഒരു ചെന്നായനെ നീ കൊല്ലണമെന്ന് പറയുമ്പോൾ അതും കേട്ട് ഹീറോ അടുത്തതായിട്ട് പോകുന്നത് ഒരു ബേസ്ബോൾ സ്റ്റേഡിയത്തിനടുത്തേക്കാണ്. എന്നിട്ട് അവിടെ ചെന്ന് എന്തോ ഒരു കാര്യം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഈ കാറിന്റെ പുറകിൽ ആരും നിൽക്കുന്നത് പോലെ അവൻ ആ ഒരു മുൻവശത്തെ ഗ്ലാസ്സിലൂടെ ഇങ്ങനെ കാണും. എന്നിട്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ആ ഒരാളെ അവിടെ കാണാനില്ല. വേറെ ഒന്നുമല്ല, നമ്മുടെ ഹീറോയുടെ മകൻ ഇവിടെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു കാര്യം ആലോചിച്ചിരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് മർഫ് എന്ന് പറഞ്ഞിട്ട് ഇവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റൊരു പോലീസുകാരൻ അവിടേക്ക് വന്ന് ഇവര് രണ്ടുപേരും ഇപ്പോൾ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഈ സ്റ്റേഡിയത്തിന്റെ അകത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ്, കാരണം ഈ ഒരു സീറ്റിനടിയുണ്ടല്ലോ ആ ഒരു വശത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും ഒരുപാട് പേര് അവിടെ ഇങ്ങനെ കുടിക്കുന്നു. എല്ലാം ചെറിയ കുട്ടികളാണ്. ഇത് കണ്ട് ഇവര് രണ്ടുപേരും ഓടി അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവര് പേടിച്ച് അവിടെ നിന്ന് പോകും. അങ്ങനെ ഇവര് രണ്ടുപേരും അവിടേക്ക് വന്നിരുന്ന് ആ ഒരു ബിയർ എല്ലാം എടുത്ത് ഇങ്ങനെ കഴിച്ചിട്ട് നമ്മുടെ ഹീറോ ഇപ്പോൾ ആ ഒരു ഗ്യാപ്പിലൂടെ സ്റ്റേഡിയത്തിലേക്ക് നോക്കുമ്പോൾ അവന്റെ മകൻ ജാക്കാണ് ഇപ്പോൾ ആ ഒരു ബോൾ എറിയുന്നത്. അപ്പൊ അവന്റെ ആ ഒരു കളിയെല്ലാം കണ്ട് നല്ലതുപോലെ ഇഷ്ടപ്പെട്ട് അവന്റെ മകൻ അത്രയും നല്ലതുപോലെ കളിക്കുന്നത് കൊണ്ട് തന്നെ അവൻ അത്രയും അഭിമാനവും അതേപോലെ തന്നെ സന്തോഷമുണ്ട്. എന്നിട്ട് മർഫിനോട് പറയുന്നുണ്ട് ജാക്കിന് 14 വയസ്സുള്ളപ്പോൾ ഉള്ള ആഗ്രഹമാണിത്, അവന്റെ ഡ്രീമാണിതെന്നെല്ലാം പറഞ്ഞ് അങ്ങനെ ആ ഒരു കളിയെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ആ ഒരു സ്റ്റേഡിയത്തിനകത്തേക്ക് നമ്മുടെ ഹീറോ ആ ഒരു ചുവന്ന ബലൂൺ ഉണ്ടല്ലോ അതും കയ്യിൽ വെച്ച് തന്നെ നിൽക്കാണ്. അപ്പോഴേക്കാണ് ജാക്ക് പുറകിലൂടെ വന്ന് ഹീറോയെ അങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോഴത്തേക്കും ഹേയ് ജാക്ക് എങ്ങനെയാണെന്നെല്ലാം ചോദിച്ച് അവനോട് നല്ലതുപോലെ സംസാരിക്കാനും ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു ചുവന്ന ബലൂൺ എടുത്ത് അവന്റെ കയ്യിൽ കൊടുത്തിട്ട് നിന്റെ കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ എന്നെല്ലാം ചോദിച്ച് ഇപ്പൊ ഇവര് സംസാരിക്കുമ്പോഴത്തേക്കും ജാക്കിന്റെ അമ്മ അവിടേക്ക് വരുന്നു. വേറൊന്നുമല്ല, ഹീറോയുടെ വൈഫ് അവളിപ്പോ വേറൊരാളെ കല്യാണം കഴിച്ചു. അതുകൊണ്ട് തന്നെ ജാക്ക് അവരോടൊപ്പമാണ് താമസിക്കുന്നത്. എന്നിട്ട് പെട്ടെന്ന് കുട്ടിക്കാലത്തെ ആ ഒരു കാര്യം പറഞ്ഞ് ഈ ഒരു ബലൂൺ വാങ്ങിക്കുമ്പോഴത്തേക്ക് അതങ്ങ് പൊട്ടിപ്പോവും. അതുപോലെ നമ്മുടെ ഹീറോ കുടിച്ചത് കൊണ്ട് ജാക്കിന്റെ അത് മനസ്സിലായി. അപ്പോൾ ജാക്ക് പറയും അച്ഛൻ നമുക്ക് പിന്നെ സംസാരിച്ചാലോ എന്നും പറഞ്ഞ് ഇവരവിടെ നിന്ന് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ റെൻ കാർ ഓടിച്ച് തിരിച്ചു വരികയാണ്. നല്ലതുപോലെ മദ്യപിച്ചിട്ടുണ്ട്. അതുപോലെ രാത്രി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് റോഡിൽ ഒരു ആടിങ്ങനെ നിൽക്കുന്നു. ഇത് കണ്ട് വണ്ടി അവിടെ നിർത്തിയിട്ട് വണ്ടിയിൽ നിന്നിറങ്ങി ആ ഒരു ആടിന്റെ മുന്നിലേക്ക് വന്ന് ഓ അപ്പോ ആൽമ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ് പറഞ്ഞത് ശരി തന്നെയാണ്, നിങ്ങളെ പിടിക്കാനായിരിക്കും ആ ഒരു ചെന്നായ്ക്കൾ വന്നത്. ഓക്കെ നിങ്ങളുടെ ബാക്കി കൂട്ടുകാരൊക്കെ എവിടെ എന്നും ചോദിച്ച് പുറകിലേക്ക് നോക്കുമ്പോഴത്തേക്കും പുറകിലൊരാടുണ്ട്. എന്നിട്ട് മുന്നിലേക്ക് നോക്കുമ്പോൾ മുന്നിലത്തെ ആ ഒരു ആടിനെ കാണുന്നില്ല. വീണ്ടും പുറകിൽ നോക്കുമ്പോൾ പുറകിലത്തെ ആ ഒരു ആടിനെ കാണുന്നില്ല. ഇതെല്ലാം എവിടെ പോയെന്നും പറഞ്ഞ് അടുത്തുള്ള ആ ഒരു പുൽമേടുണ്ട് അതിനുള്ളിലേക്ക് തന്നെ നടന്നു പോവാണ്. അങ്ങനെ ടോർച്ച് അടിച്ച് കുറെ മുന്നിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ആൽമ പറഞ്ഞതുപോലെ തന്നെ അവളുടെ ആ ഒരു നായ്ക്കുട്ടി ഉണ്ടല്ലോ അതിന്റെ ശരീരഭാഗങ്ങള് അവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. അതുപോലെ അതിന്റെ കഴുത്തിലുള്ള ആ ഒരു ചെയിൻ ഇതെല്ലാം കാണുമ്പോൾ തന്നെ മനസ്സിലായി ആൽമ പറഞ്ഞത് കറക്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്, ചെന്നായ്ക്കളായിരിക്കും ഈ ഒരു കാര്യം ചെയ്തതെന്ന്.
അങ്ങനെ റെൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ടോർച്ച് അടിച്ചിട്ട് ആ ഒരു വശത്തിൽ ഇങ്ങനെ ചുറ്റി നോക്കുകയാണ് അവിടെ വേറെ ഏതെങ്കിലും ചെന്നായ്ക്കളുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും കുറെ ദൂരെയായിട്ട് ഒരു ചെന്നായി നിൽക്കുന്നു. ഇത് കാണുമ്പോൾ റെൻ അതിനോട് പറയുന്നുണ്ട്, ഓ അപ്പോൾ നീയാണല്ലേ ഇതിനെ കഴിച്ചത്, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോയിക്കോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യുമെന്നും പറഞ്ഞ് തോക്കെടുത്ത് മുകളിലേക്ക് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ചെന്നായ പേടിച്ചങ്ങ് ഓടും. അങ്ങനെ അതും കണ്ടിട്ട് കുറച്ചുകൂടി മുന്നിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് ആഹാ കാണിക്കുമ്പോൾ വേറൊന്നുമല്ല, ഒരു വലിയ ചെന്നായ, അതും ഒരു മനുഷ്യ ചെന്നായ പോലെ എഴുന്നേറ്റ് അങ്ങനെ നിൽക്കുന്നു കുറെ ദൂരെയായിട്ട്. അങ്ങനെ ഹീറോ അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ചെന്നായ അവന്റെ അടുത്തേക്ക് ശബ്ദം ഉണ്ടാക്കി ഇങ്ങനെ ഓടി വരുന്നു. ഇത് കാണുമ്പോൾ ഹീറോ ആകെ പേടിച്ചിട്ട് ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ തന്റെ തോക്കെടുത്ത് ആ ഒരു ചെന്നായനെ അങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന്റെ ദേഹത്ത് ബുള്ളറ്റ് കൊള്ളുന്നില്ല, അതിപ്പോഴും മുന്നോട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹീറോ 1-2 തവണ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അവസാനം ആ ഒരു ചെന്നായ അവിടെ നിന്ന് പേടിച്ചങ്ങ് പോകുന്നു. അതിപ്പോ എവിടെയാണെന്ന് പോലും അവൻ അറിയാൻ കഴിയുന്നില്ല. ഇതും കൂടി കണ്ട് ഹീറോ പെട്ടെന്ന് തന്നെ പേടിച്ച് തിരിച്ച് തന്റെ കാറിനടുത്തേക്ക് ഓടി വരികയാണ്. അങ്ങനെ വണ്ടി ഓടിച്ചിട്ട് ഒരു വിധത്തിൽ വീട്ടിലേക്ക് വന്ന് പേടിച്ച് വീടിനടുത്തേക്ക് നടന്നു പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് താഴേക്ക് വന്ന് വീഴും. അപ്പോഴാണ് എന്റെ ഫോൺ റിങ് ചെയ്യുന്നത്. എടുത്ത് സംസാരിക്കുമ്പോൾ അത് ജാക്കാണ്. അച്ഛൻ സേഫായിട്ട് വീട്ടിലെത്തിയോ, കുഴപ്പമൊന്നുമില്ലെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ നിന്റെ അമ്മയെ പോലെ പെരുമാറണ്ട, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മുടെ ഹീറോ അവനോട് ദേഷിച്ച് സംസാരിച്ചത് കൊണ്ട് തന്നെ ഓക്കെ സോറി എന്നും പറഞ്ഞിട്ട് ഇപ്പൊ അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും ഹീറോ വർക്ക് ചെയ്യാനായിട്ട് സ്റ്റേഷനിലേക്ക് പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കാണ് ഇവരുടെ ആ ഒരു ചീഫ് ഇതിനകത്തേക്ക് കയറി വന്ന് പെട്ടെന്ന് നമ്മുടെ ഹീറോയുടെ ഒരു കാര്യം പറയുന്നത്, നിങ്ങൾക്കൊരു ഓഫർ ഉണ്ട്, വേറെ ഒന്നുമല്ല, നിങ്ങളുടെ സ്ഥാനം മാറാൻ പോവാണ്. അപ്പൊ ഇത് കേൾക്കുന്ന നമ്മുടെ ഹീറോയ്ക്ക് നല്ല സന്തോഷമുണ്ട്. അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഇത് നല്ല ന്യൂസ് ആണെന്നെല്ലാം പറയുമ്പോഴത്തേക്കും ആ ഒരു ചീഫ് പറയും, നിനക്ക് മാത്രമല്ല മർഫിയില്ലേ, അവന് സ്ഥാനക്കയറ്റം കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഹീറോ പറയും, അവനെങ്ങനെ ശരിയാവും, അവനിവിടെ പുതിയ ആളല്ലേ എന്നും ചോദിച്ചിട്ട് ആ ഒരു കാര്യത്തിൽ നമ്മുടെ ഹീറോയ്ക്ക് ചെറിയ വിഷമമുണ്ട്. അപ്പോഴാണ് അവന്റെ ടേബിളിൽ ആ ഒരു ഫോൺ റിങ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ അവനെ കാണാൻ വേണ്ടി റിസപ്ഷനിൽ ഏതോ ഒരു സ്ത്രീ വന്ന് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഹീറോ നേരെ വീട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അത് വേറെ ആരുമല്ല, ആൽമയാണ്. നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് അവൾ കുറച്ച് പൂക്കളെടുത്ത് ഹീറോയുടെ കയ്യിൽ കൊടുത്തിട്ട്, അല്ല ഇന്നലെ ഞാൻ ഒരു കാര്യം പറഞ്ഞില്ലേ ചെന്നായ്ക്കളെ കൊല്ലണമെന്ന്, അതിനുവേണ്ടി നീ ശ്രമിച്ചില്ലേ, അതുപോലെ എനിക്ക് വേണ്ടി നീ ചെന്നായ്ക്കളെ കൊല്ലുമെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ആ ഒരു ലേഡി ഓഫീസർ പറയും, ചെന്നായ്ക്കളെ കൊല്ലുന്നത് കുറ്റകരമാണെന്ന് പറയുമ്പോൾ ഇല്ലില്ല ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല എന്നും പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും മാറി നിൽക്കുമ്പോഴത്തേക്കാണ് ആൽമ പറയുന്നത്, ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി പിന്നീട് സംസാരിക്കാം, രാത്രി ഡിന്നർ കഴിക്കാനായിട്ട് എൻ്റെ വീട്ടിലേക്ക് വരുമോ എന്നും പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ ക്ഷണിക്കുകയാണ്. അങ്ങനെ അതിനവൻ സമ്മതിച്ച് അന്ന് രാത്രി ആകുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ റെഡി ആയിട്ട് അവളുടെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ്. ആ ഒരു സമയത്താണ് ജാക്ക് വീടിനകത്തേക്ക് കയറി വരുന്നത്. സത്യം പറഞ്ഞാൽ ജാക്ക് ഇന്ന് ഇവിടേക്ക് വരുമെന്ന് പറഞ്ഞിരുന്നു. ആ ഒരു കാര്യം നമ്മുടെ ഹീറോ മറന്നുപോയി. ഇപ്പൊ ജാക്ക് വന്നിട്ട് എവിടെ പോകണമെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത്, ഇതുപോലെ എന്നെ ആൽമ എന്ന് പറഞ്ഞൊരു പെണ്ണ് അവളുടെ വീട്ടിലേക്ക് ഡേറ്റിങ്ങിന് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട്, എനിക്ക് അവിടേക്ക് പോകണമെന്ന് പറയുമ്പോഴത്തേക്കും ഓക്കെ എന്തായാലും നീ വന്നതല്ലേ, ഞാൻ അവിടേക്ക് പോകുന്നില്ല എന്ന് പറയുമ്പോൾ ജാക്ക് പറയും, കുഴപ്പമൊന്നുമില്ല, എന്തായാലും അച്ഛനൊരു പുതിയ ആളെ കിട്ടാൻ പോയില്ലേ, എന്തായാലും പോയിട്ട് വാ എന്നും പറഞ്ഞിട്ട് ഹീറോയെ സന്തോഷത്തോടെ തന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ നമ്മുടെ ഹീറോ സത്യം പറയില്ല ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് നായ്ക്കൾ കുരയ്ക്കുന്നുണ്ട്. ഇത് കുരച്ചു കഴിഞ്ഞാൽ നിർത്തുമെന്നാണോ, ഒരിക്കലുമില്ല. അതുകൊണ്ട് ആ ഒരു ശബ്ദം കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ക്ഷമിച്ചേക്കുക, വേറെ വഴിയില്ല, ഇപ്പോൾ സമയം ഒരുപാടായി, ഇത് റെക്കോർഡ് ചെയ്ത് തീർത്തേ പറ്റൂ. അങ്ങനെ ഹീറോ നേരെ ആൽമയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവളാണെങ്കിൽ ഡിന്നറും കാര്യങ്ങളെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവരെ രണ്ടുപേരും ആഹാരം ഇരുന്ന് കഴിക്കുമ്പോൾ ഇവരെ രണ്ടുപേരും ഒരേ നാട്ടുകാരായതുകൊണ്ട് തന്നെ ആൽമ പറയുന്നുണ്ട്, ഹൈസ്കൂളിൽ വെച്ചിട്ട് ഞാൻ നിന്നെ കാണുമ്പോഴും നീ ഇങ്ങനെ തന്നെയായിരുന്നു, പക്ഷെ ഇപ്പോൾ നിന്നെ കാണുമ്പോഴത്തേക്കും ഭയങ്കര ഹോട്ടായിട്ട് തോന്നുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് അത് കഴിഞ്ഞ ആൽമ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, എൻ്റെ നായ്ക്കുട്ടി മരിച്ചപ്പോഴത്തേക്കും ഞാൻ അത്ര വിഷമത്തിലായിരുന്നു, ഒരു വല്ലാത്ത മാനസികാവസ്ഥ, പക്ഷെ എന്നെ അതിൽ നിന്ന് മാറ്റിയത് നീയാണ്. എന്നിട്ട് അതിനിടയിൽ അവൾ ഒരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് എപ്പോഴെങ്കിലും എന്നോട് കൃഷി തോന്നിയിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഹീറോ അതിന് മറുപടി പറയാൻ വരും. പക്ഷെ അവൾ പറയും, കുഴപ്പമില്ല എന്നെല്ലാം പറഞ്ഞ് ഇവർ സംസാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ അറിയാതെ ആ ഒരു വൈൻ ഗ്ലാസ് താഴേക്ക് തട്ടിയിടും. അങ്ങനെ പെട്ടെന്ന് ഹീറോ സോറി എന്നും പറഞ്ഞിട്ട് ആ ഒരു ഭാഗം ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കാണ് ആൽമ അടുത്തേക്ക് വന്നിട്ട് പെട്ടെന്ന് അവനെ കിസ് ചെയ്യാണ്. ഇതവൻ പ്രതീക്ഷിക്കത്തില്ല, വേറൊന്നുമല്ല ആൽമയ്ക്ക് അവൻ ഇഷ്ടമായതുകൊണ്ട്. അങ്ങനെ ഇനി എന്താണ് നടക്കുന്നത്, വേറെ ഒന്നുമില്ല, രണ്ടുപേരും നേരെ റൊമാൻറ്റിക്കിലേക്ക് പോവാണ്. അങ്ങനെ അതേ സമയം മറ്റൊരിടത്ത് കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജാക്കടലോ അവനിപ്പോ അവന്റെ നായനെയും കൂട്ടിയിട്ട് രാത്രിയിൽ നടക്കാനായിട്ട് ഇങ്ങനെ പോവാണ്. അങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്ക് ആ ഒരു നായ പുറകിലേക്ക് നോക്കി കുരയ്ക്കുന്നുണ്ട്. ഇവനായാലും കുറെ നേരം നടന്നിട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു വലിയ ചെന്നായ അവന്റെ അടുത്തേക്ക് ഓടി വന്ന് അവൻ അറ്റാക്ക് ചെയ്യുന്നു. പെട്ടെന്നാണ് നമ്മുടെ ഹീറോ ഇവിടെ കണ്ണു തുറക്കുന്നത് ആൽമയുടെ വീട്ടില്. അങ്ങനെ അവൻ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് ഇപ്പൊ അവളോട് യാത്ര പറഞ്ഞ് നേരെ വർക്ക് ചെയ്യാനായിട്ട് സ്റ്റേഷനിലേക്ക് തന്നെ പോവാണ്. അങ്ങനെ ഹീറോ ആ ഒരു വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും പെട്ടെന്ന് അവന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. ഹീറോ അതെടുത്ത് സംസാരിക്കുമ്പോൾ അപ്പൊ ആ ഒരു കാര്യം കേൾക്കുമ്പോൾ ഹീറോ നല്ലതുപോലെ ടെൻഷൻ ആവുന്നുണ്ട്. അവന്റെ മുഖമെല്ലാം മാറിയിട്ട് അത് കഴിഞ്ഞ് അവൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അവന്റെ ഭാര്യ അവിടെ ഇരിക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ ജാക്കിനെ കാണാനില്ല. അങ്ങനെ നമ്മുടെ ചീഫ് അതേപോലെ തന്നെ ഹീറോയുടെ ഭാര്യ രണ്ടുപേരും ഹീറോയോട് ചോദിക്കുന്നുണ്ട്, അല്ല ഇന്നലെ ജാക്ക് വീട്ടിൽ വന്നിട്ട് ഇന്ന് രാവിലെ അവൻ പോകാൻ നേരത്തെ എന്തെങ്കിലും കാര്യം പറഞ്ഞിരുന്നു, കാരണം അവന്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഹീറോ പറയും, ഇല്ലില്ല അവൻ ഇന്നലെ രാത്രി തന്നെ അവന്റെ നായ്ക്കുട്ടിയായിട്ട് വെളിയിലേക്ക് പോയിരുന്നു,
എന്ന് പറയുമ്പോഴത്തേക്കാണ് ഈ ഒരു ചീഫും മർഫിയും പറയുന്നത്, ഇല്ല, ഒരു നായ്ക്കുട്ടിയുടെ കോളർ കണ്ടുപിടിച്ചിരുന്നു, അതിനെ മരിച്ച അവസ്ഥയിലാണ് ഞങ്ങൾ കണ്ടുപിടിച്ചത്. അതെന്തായാലും ആ ഒരു നായ്ക്കുട്ടിയുടെ തന്നെയാണെന്ന് പറയുമ്പോഴത്തേക്കാണ് ആൽമ പറഞ്ഞ ആ ഒരു കാര്യമുണ്ടല്ലോ, ആൽമയുടെ നായ്ക്ക് പറ്റിയ അതേ അവസ്ഥയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ആ ഒരു ചെന്നായ്ക്കള് എന്തോ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെന്ന് നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലായി. അങ്ങനെ ഈ ഒരു കാര്യം ഇവരോട് കൂടി പറയുമ്പോഴത്തേക്ക് ഇവര് റെൻ വെറുതെ ഓരോ കാര്യങ്ങൾ പറയരുതെന്ന് പറയുമ്പോൾ ഓക്കെ, ആൽമ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിന്റെ ഡോഗിനെ കണ്ടുപിടിച്ച ആ ഒരു സ്ഥലം അത് ഞാൻ എവിടെയാണെന്ന് കാണിച്ചു തരാമെന്നും പറഞ്ഞ് ഇവരിപ്പോ വെളിയിലേക്ക് പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് വേറൊരുത്തൻ അവനെ 2 പോലീസുകാർ അകത്തേക്ക് കൊണ്ടുവരാൻ. അവനാണെങ്കിലും നല്ലതുപോലെ മദ്യവെച്ചിട്ടുണ്ട്. നമ്മുടെ ഹീറോയെ കാണുമ്പോൾ തന്നെ ഹേയ് റെൻ, നീ എന്നെ രക്ഷിക്കണമെന്നും പറഞ്ഞിട്ട് അടുത്തേക്ക് വന്ന് മരിച്ചു എന്നെല്ലാം പറഞ്ഞ് പെട്ടെന്ന് അവൻ താടിക്കൊന്ന് വീഴാണ്, എന്നിട്ട് ഛർദ്ദിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവൻ പറയുന്നതെന്ന് ഇവർ കാര്യമാക്കാതെ ഹീറോയും മർഫിയും ആ ഒരു കാറിൽ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ നേരത്തെ ആ ഒരു സ്റ്റേഷനിലേക്ക് വന്ന അയാളുടെ പേര് ആഷ് എന്നാണ്, ഓർത്തു വെച്ചോ. അങ്ങനെ ഇവർ രണ്ടുപേരും കാറിൽ മുന്നിലോട്ട് പോകുമ്പോഴത്തേക്കും മർഫി ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഹീറോയോട് പറയുന്നുണ്ട്. പക്ഷെ ഹീറോ അതൊന്നും വലിയ കാര്യമാക്കുന്നില്ല. കാരണം അവനിപ്പോ ജാക്കിനെ എങ്ങനെയാണ് കണ്ടുപിടിക്കണം. അതുകൊണ്ട് 2 വശങ്ങളിലേക്ക് നോക്കി കാർ കുറെ ദൂരം ഓടിച്ചു ചെല്ലുമ്പോഴത്തേക്കാണ് അവൻ രാത്രിയിൽ വരുമ്പോൾ ആ ഒരു ആടിനെ കണ്ടല്ലോ, ആ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തും. നോക്കുമ്പോഴത്തേക്കും ഇതിന് മുന്നേ കണ്ടതുപോലെ തന്നെ ഒരു ആട് അവിടെ നിൽപ്പുണ്ട്. ഇത് കണ്ട് നമ്മുടെ മർഫി കാറിൽ നിന്ന് ഇറങ്ങാനായിട്ട് വരുമ്പോൾ ഹീറോ പറയും, ഹേയ് ഇപ്പൊ എന്തായാലും ഇറങ്ങരുത്, ആ ഒരു ചെന്നായ്ക്കൾ ഇവിടെ ചുറ്റിനും തന്നെ കാണും എന്ന് പറയുന്ന സമയത്താണ് പെട്ടെന്ന് ഇവരുടെ കാറിന് പുറകിൽ എന്തോ വന്നിരിക്കുന്നു. കാണിക്കുമ്പോൾ അത് മറ്റൊരാട്. അത് നല്ലതുപോലെ തന്നെ ഈ ഒരു കാറിന്റെ പുറകിലേക്ക് വന്ന് ഇടിച്ച് കാറിന്റെ ഗ്ലാസ് എല്ലാം തകർത്ത് അവിടെ മുഴുവനായിട്ട് എന്റെ ദേഹം മുറിഞ്ഞ് രക്തമെല്ലാം പറ്റിയിട്ടുണ്ട്. എന്നിട്ട് ആ ഒരാട് പെട്ടെന്ന് അടുത്തുള്ള ആ ഒരു കാടിനകത്തേക്ക് ഓടി പോകുമ്പോഴത്തേക്കും ഹീറോയിൻ ഡോർ തുറന്ന് അവിടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ മർഫി പറയുന്നുണ്ട്, ഇല്ലില്ല, ബാക്കപ്പിനായിട്ട് ആളെ വിളിച്ചിട്ട് നമുക്ക് പോയാൽ മതി എന്ന് പറയുമ്പോൾ ഹീറോ അത് കേൾക്കുന്നില്ല. അങ്ങനെ വേറെ വഴിയില്ലാതെ നമ്മുടെ മർഫിയും അവന്റെ കൂടെ തന്നെ പോവാണ്. കാണിക്കുമ്പോഴത്തേക്കും ഈ ഒരു ഇലകളെല്ലാം കൊഴിഞ്ഞു നിൽക്കുന്ന ഒരു കാടാണത്. ഇതിനുള്ളിലൂടെ അവർ ഒരുപാട് ദൂരം നടന്ന് ചെല്ലുമ്പോഴത്തേക്കും മർഫി പുറകെ വന്നിട്ട് പറയുന്നുണ്ട്, ഹേയ് ആദ്യം നമുക്ക് ഇവിടുത്തെ ലോക്കൽസിനോട് ഈ ഒരു കാര്യങ്ങളൊക്കെ ചോദിക്കാം, അത് കഴിഞ്ഞ ഉള്ളിലേക്ക് പോയാൽ പോലെ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, നമ്മൾ എന്തായാലും ഇങ്ങനെ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ ജാക്കിലേക്ക് നമുക്ക് എത്താൻ കഴിയും. അതുപോലെ നിന്നേക്കാൾ കൂടുതൽ ഞാൻ ഈ ഒരു സ്ഥലം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് തന്നെ കേൾക്കാൻ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കുറേ ദൂരം ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ നല്ലതുപോലെ ഇരുട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ടോർച്ച് എല്ലാം ഓണാക്കി രണ്ടുപേരും കുറേ ദൂരം നടന്നു നിന്നിട്ട് ഹീറോയുടെ ടോർച്ചിലെ ബാറ്ററി തീരും. അപ്പോൾ പുതിയ 2 ബാറ്ററി എടുത്തിട്ട് അതിങ്ങനെ ഓണാക്കുന്ന സമയത്ത് പെട്ടെന്ന് അവന്റെ മുന്നിൽ ആ ഒരു ചെന്നായി വന്ന് അവൻ അറ്റാക്ക് ചെയ്യുന്നത് പോലെ ഒരു കാര്യം കാണും. പക്ഷെ അത് അവന് തോന്നിയതാണ്. അപ്പൊ ഇതുകൂടി കാണുമ്പോഴത്തേക്കും നമ്മുടെ മർഫ് നല്ലതുപോലെ പേടിച്ചിട്ട് ഓക്കെ റെൻ, നമുക്ക് എന്തായാലും ഇവിടെ നിൽക്കണ്ട, തിരിച്ച് കാറിനടുത്തേക്ക് പോവാന്ന് പറയുമ്പോൾ ഇപ്പൊ തന്നെ ഒരുപാട് ഇരുട്ടിയത് കൊണ്ട് ഇവർ പറയും, ഇനിയിപ്പോ തിരിച്ചു പോകാൻ നടക്കത്തില്ല, അതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ തന്നെ കഴിയാന്നും പറഞ്ഞ് അവിടെ തീയെല്ലാം കൂട്ടിയിട്ട് രണ്ടുപേരും അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ കുറെ നേരം രണ്ടുപേരും അവിടെ ഇരുന്ന് അവസാനം നമ്മുടെ ഹീറോ നല്ലതുപോലെ കിടന്ന് ഉറങ്ങും. അങ്ങനെ ഉറങ്ങുന്ന സമയത്താണ് അവന്റെ അടുത്തേക്ക് എന്തോ ഒരു ശബ്ദം വരുന്നത് പോലെ. റെൻ പതിയെ കണ്ണു പറഞ്ഞിട്ട് ഏത് വശത്താണെന്ന് നോക്കുമ്പോൾ ആരോ ഒരാൾ അവന്റെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ട്. അത് വേറെ ആരുമല്ല, സ്റ്റേഷനിൽ വെച്ച് കണ്ട ആഷ് എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടല്ലോ, അവനാണ്. അവനിപ്പോ ഹീറോയുടെ അടുത്തേക്ക് നടന്നു വന്നിട്ട് എന്നോട് ക്ഷമിക്കണമെന്നെല്ലാം പറയുമ്പോഴത്തേക്ക് ഹീറോ ചോദിക്കും, ജാക്ക് അവിടെ, എന്റെ മകൻ എവിടെ നിന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നു, അങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് നോക്കുന്നെല്ലാം പറഞ്ഞ അവസാനം അവന്റെ തലയിലുള്ള തൊപ്പി ഊരി നമ്മുടെ ഹീറോയുടെ മുഖത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കും. അങ്ങനെ എന്താണെന്നറിയാൻ കഴിയാതെ അവൻ പെട്ടെന്ന് ആ ഒരു തൊപ്പി വലിച്ചൂരുമ്പോഴത്തേക്കാണ് ഇപ്പോൾ ആ ഒരു പുഴയുടെ നടുവിലായിട്ട് ഒരു വള്ളത്തില് ഹീറോ അങ്ങനെ ഇരിക്കുന്നു. മുന്നിലേക്ക് നോക്കുമ്പോഴത്തേക്കും തീയെല്ലാം കൂട്ടിയിട്ടിട്ട് അതിന്റെ നടുവില് ഒരു വലിയ ചെയറുണ്ട്. അതിൽ ആ ഒരു മനുഷ്യ ചെന്നായി ഇരിക്കുന്നു. 2 വശങ്ങളിലായിട്ട് മനുഷ്യനെ പോലെയുള്ള ആടുകളും. എന്നിട്ട് എന്തോ ചടങ്ങുകൾ ചെയ്യുന്നത് പോലെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. എന്നിട്ട് പുറകിലേക്ക് ഇങ്ങനെ കൈ ചൂണ്ടി കാണിക്കുമ്പോഴത്തേക്കും ഹീറോ പുറകിലേക്ക് നോക്കിയിട്ട് ആ ഒരു വള്ളത്തിന്റെ മുന്നിലേക്ക് നോക്കുമ്പോൾ അവിടെ ആൽമ നിൽക്കുന്നു. എന്നിട്ട് അവള് പതിയെ ഹീറോയുടെ അടുത്തേക്ക് നടന്നു വന്നിട്ടാണ് പറയുന്നത്, ജാക്കിനെ നീ എല്ലായിടത്തും തിരക്കണം, മരങ്ങളിലും എല്ലായിടത്തും, കാരണം അവനെ അവർ കൊണ്ടുപോയി, നീ അവനെ കണ്ടുപിടിക്കണമെന്നെല്ലാം പറഞ്ഞ് അവന്റെ ചെവിയുടെ അടുത്തേക്ക് കൈ കൊണ്ടുവന്നിട്ട് പെട്ടെന്നൊരു വലി നോക്കുമ്പോഴത്തേക്ക് അവളുടെ കയ്യിൽ രക്തമുണ്ട്. എന്നിട്ട് അവൾ പറയുന്നുണ്ട് അവനെ എല്ലായിടത്തും നോക്കണമെന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് കാണിക്കുമ്പോൾ ആ ഒരു ചെന്നായിരുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ ഇപ്പോൾ ആൽമയെ കെട്ടിയിട്ടേക്കുന്നു. എന്നിട്ട് ജീവനോടെ തന്നെ അവളുടെ തലയിൽ ഇങ്ങനെ തീ വെച്ചു കൊടുക്കുന്നതും ഹീറോ ഇതെല്ലാം കണ്ട് പേടിച്ച് പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ ആൽമയെ കാണുന്നില്ല, പകരം ആ ഒരു ചെന്നായാണ് ഇരിക്കുന്നത്. അപ്പോൾ ഹീറോ അതിനോട് ചോദിക്കും, എന്റെ മകൻ എവിടെ, എന്റെ മകൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അത് പെട്ടെന്ന് കൈ ചൂണ്ടി കാണിക്കാണ് അവനുള്ള ആ ഒരു പുഴയുണ്ടല്ലോ, അവിടെ തന്നെ ജാക്കിന്റെ ശരീരം ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നു. അങ്ങനെ ഹീറോ പേടിച്ച് ജാക്കിന്റെ ശരീരം അങ്ങനെ എടുക്കാനായിട്ട് വരുന്നതും പെട്ടെന്ന് അവൻ പേടിച്ചങ്ങ് കണ്ണുവർക്കാണ്. എന്താന്ന് വെച്ചാല് ഇത്രയും നേരം അവൻ കണ്ടത് സ്വപ്നമായിരുന്നു. എന്നിട്ട് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് മർഫിയെ വിളിച്ചിട്ട്, ഹേയ് മർഫി, എന്റെ മകൻ എവിടെയുണ്ടെന്ന് മനസ്സിലായി, ഇവിടെ അടുത്തുള്ള തടാകത്തിലുണ്ട്, ബാ നമുക്ക് അവിടേക്ക് പോയി അന്വേഷിക്കാന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഒരു ടീമിനെയും കൊണ്ടുവന്ന് മുങ്ങൽ വിദഗ്ധരുണ്ടല്ലോ അവരെല്ലാവരെയും കൊണ്ടുവന്ന് ആ ഒരു തടാകം മുഴുവനായിട്ട് നല്ലതുപോലെ പരിശോധിക്കുകയാണ്. അങ്ങനെ അവര് നല്ലതുപോലെ പരിശോധിച്ചിട്ടും എവിടെയും അവന്റെ ശരീരം കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ആ ഒരു ചീഫും ബാക്കി എല്ലാവരും വന്നിട്ട്, അല്ലറേ നിനക്ക് എന്താ പറ്റിയ, നീ എങ്ങനെ അത് മനസ്സിലാക്കിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഹീറോ പറയും, ഇല്ല, ഞാൻ അവന്റെ ജാക്കറ്റ് വെള്ളത്തിൽ കണ്ടിരുന്നു, അതേപോലെ തന്നെ ആ ഒരു ചെന്നായ്ക്കളാണ് എന്റെ മകനെ കൊണ്ടുപോയത്, എന്തായാലും എന്റെ മകൻ ജീവിച്ചിരിപ്പുണ്ട്, അതെനിക്കറിയാം, നിങ്ങൾ എന്നെ വിശ്വസിച്ചേ പറ്റുള്ളൂ എന്നെല്ലാം പറയുമ്പോഴത്തേക്കും
ഇവരാരും അത് വിശ്വസിക്കുന്നില്ല. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്ക് ഭ്രാന്തല്ല, പ്ലീസ് എന്നെ നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ വേണ്ട ആഷ്ലിയോട് ചോദിക്കേ, അവനറിയാം എന്റെ മകനെ എത്രയും പെടുത്ത് രക്ഷിക്കണമെന്നെല്ലാം പറയുമ്പോൾ ഇവരാരും അത് കേൾക്കുന്ന ഭാവമില്ല. കാരണം വേറെ ഒന്നല്ല, ഇവൻ ഇങ്ങനെ ഭ്രാന്ത് പോലെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെങ്ങനെ വിശ്വസിക്കും. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോ നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ഡോർ തുറന്ന് അകത്തേക്ക് കയറുമ്പോഴത്തേക്കാണ് വീടിനകത്ത് എന്തോ കുക്ക് ചെയ്തിട്ട് അത് കരിയുന്ന സ്മെല്ല്. നേരെ ചെന്ന് ആ ഒരു ഭാഗത്ത് തുറന്നു നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ജാക്കിന്റെ ആ ഒരു നായ്ക്കുട്ടി ഉണ്ടല്ലോ, അതിനെ ഇപ്പോ വേവിക്കുകയാണ്. ഇതുകൂടി കണ്ട് ഹീറോ പെട്ടെന്ന് പേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ആൽമ ഒരു കത്തിയും കൊണ്ട് അവന്റെ അടുത്തേക്ക് വരുന്നു. അവൻ പെട്ടെന്ന് പേടിച്ചിട്ട്, ഹേയ് എന്താ ചെയ്യാൻ പോകുന്നത് ചോദിക്കുമ്പോൾ അവള് പറയും, ഇല്ല പേടിക്കാനൊന്നുമില്ല, അത് ഞാൻ കുറച്ച് മീറ്റ് കുക്ക് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവനോട് പറയുമ്പോഴത്തേക്കും അവൻ തുറന്നു നോക്കുമ്പോൾ സത്യം തന്നെയാണ്, അവരത് തോന്നിയതാണ്. അത് വേറെ മാംസമാണ് അവൾ കുക്ക് ചെയ്യുന്നത്. അതുമല്ല നമ്മുടെ ഹീറോ ആകെ ടെൻഷനായിട്ട് ഓരോ കാര്യങ്ങളും സംസാരിക്കുമ്പോഴത്തേക്കും അവനെ സമാധാനപ്പെടുത്താൻ വേണ്ടി ആൽമ അവനെ കിസ് ചെയ്തിട്ട് ഇവര് രണ്ടുപേരും വീണ്ടും കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോ ഒരു കാര്യം പറയുന്നുണ്ട്, സത്യത്തിൽ എൻ്റെ അമ്മയ്ക്ക് ഒരിക്കലും എന്നെ ഇഷ്ടമല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ എന്നെ വെറുതെ പ്രസവിച്ചു, എന്നിട്ട് വേറെ എവിടെ ഉപേക്ഷിച്ചു, അതുകൊണ്ട് തന്നെ മറ്റൊരാളാണ് എന്നെ ദത്തെടുത്തത്. അതേപോലെ തന്നെ ജാക്കിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഇവൻ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് റൂമിനകത്ത് ഫോൺ റിങ് ചെയ്യുന്നു. അപ്പോഴേക്കാണ് ആൽമ പറയുന്നത്, ഹേയ് പോയി ഫോൺ എടുക്ക്, ഒരു പക്ഷെ അത് ജാക്ക് ആയിരിക്കും എന്ന് പറയുമ്പോൾ ഹീറോ ഓടി വന്ന ആ ഒരു ഫോൺ എടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കും അത് ജാക്കല്ല, പകരം ആൽമ തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഹീറോ ആൽമയോട് ചോദിക്കും, ഹേയ് നിനക്ക് നിന്റെ ഫോൺ നഷ്ടപ്പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഇവളില്ല എന്ന് പറയുമ്പോഴത്തേക്കും അതില് യഥാർത്ഥ ആൽമയുണ്ടല്ലോ, അവളിപ്പോൾ സംസാരിച്ചിട്ട്, ഹേയ് റെൻ ഇന്നലെ എങ്ങനെയുണ്ടായിരുന്നു, അതുമല്ല ഞാൻ വീണ്ടും നീന്താനായിട്ട് ആ ഒരു തടാകത്തിലേക്ക് പോയി എന്നെല്ലാം പറയുമ്പോൾ ഹീറോയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല ഇപ്പോൾ വീടിനകത്തുള്ളതാരാണ്. അപ്പോഴേക്കാണ് പുറകിൽ നിന്നും ആരോ സംസാരിക്കുന്നൊരു ശബ്ദം. ഹീറോ പെടുന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആൽമയുടെ തല തീ പിടിച്ചിട്ട് അവൾ അങ്ങനെ അവന്റെ അടുത്തേക്ക് നടന്നു വരികയാണ്. എന്നിട്ട് അവന്റെ അടുത്തേക്ക് അവൻ അറ്റാക്ക് ചെയ്യാനായിട്ട് ഓടി വരുന്നതും ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു വീടിന്റെ മുകളിൽ നിന്നും നേരെ താഴേക്ക് ഒരു വിധത്തിൽ ഓടി താഴേക്ക് വന്നിട്ട് നേരെ കിച്ചണിലേക്ക് പോയിട്ട് കുറച്ച് വെള്ളം എടുത്ത് അവന്റെ തലയിലേക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പൊ ആ ഒരു തീ അണഞ്ഞിട്ട് ആ ഒരു രൂപ അവനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ ചോദിക്കും, പ്ലീസ് എനിക്ക് എന്റെ മാന വേണമെന്ന് പറയുമ്പോൾ ഒരിക്കലുമില്ല, അവൻ നിനക്ക് വേണ്ടി വരാൻ പോവാണ്, നിനക്ക് ആരെയും രക്ഷിക്കാൻ കഴിയത്തില്ല, നിന്നെയും ബാക്കിയുള്ള എല്ലാവരും അവൻ കൊല്ലുമെന്നും പറഞ്ഞിട്ട് അലറി വിളിച്ച് ആ ഒരു വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പോവാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാല് അവന്റെ വീട്ടിൽ നിന്ന് നേരെ ആൽമയെ കാണാൻ വേണ്ടി അവളുടെ വീട്ടിലേക്ക് ചെല്ലും. എന്നിട്ട് ആൽമയോട് പറയും, ആൽമ പെട്ടെന്ന് വെളിയിലേക്ക് വാ, നമുക്ക് ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞ് ഡോറിൽ ഇങ്ങനെ തട്ടുമ്പോഴത്തേക്കും കുറച്ച് ദൂരെ നിന്ന് മറ്റൊരു സ്ത്രീ അവരോട് ഇങ്ങനെ സംസാരിക്കുന്നു. ഇല്ല റെൻ, ഒരിക്കലും നിനക്ക് അവളെ കൊണ്ടുപോകാനായിട്ട് കഴിയത്തില്ല, എല്ലാം ഇവിടെ വെച്ച് അവസാനിച്ചു എന്നെല്ലാം പറഞ്ഞിട്ട് ഈ ഒരു ആട് ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് ഏമ്പൊക്കെ വിടുമല്ലോ, അതുപോലെ ശബ്ദമെല്ലാം ഉണ്ടാക്കാണ്. എന്നിട്ട് സംസാരിച്ച് ഓടി അവന്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും അവൻ തോക്കെടുത്ത് അവളുടെ തലയിലേക്ക് ഷൂട്ട് ചെയ്ത് അവളെയും കൊല്ലും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ നേരെ പോകുന്നത് എവിടേക്കാന്ന് വെച്ചിട്ട് പോലീസ് സ്റ്റേഷനിലേക്കാണ്. അവിടെ ചെന്നിട്ടാണ് സ്റ്റേഷനകത്ത് കയറി നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരാളെ കാണുന്നില്ല, ഒരു പോലീസുകാരും ഇല്ല. അങ്ങനെ അവിടെ എല്ലാം നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ആ ഒരു ക്യാപ്റ്റൻ അകത്തേക്ക് കയറി വരുന്നു. ക്യാപ്റ്റൻ എല്ലാവരും എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ പട്ടണത്തിലേക്ക് പോയി, അവിടെ എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അല്ല നിനക്കെന്ത് പറ്റി? അപ്പോൾ ഹീറോ പറയും, ഇല്ല ക്യാപ്റ്റൻ, നമുക്ക് എല്ലാവരെയും വിളിക്കണം, കാരണം അവർ ഇവിടേക്ക് വരികയാണ്, അവർ നമുക്ക് തടഞ്ഞേ പറ്റൂ. അപ്പോൾ ആ ഒരു ക്യാപ്റ്റൻ പറയും, ഓക്കെ റെൻ, എന്തായാലും എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം, നീ ഇവിടേക്ക് ഇരിക്കി, അത് ജാക്കിനെ പറ്റിയുള്ള കാര്യങ്ങളാണ്. അതുപോലെ നിന്റെ തോക്ക് താഴെ വയ്ക്കാൻ പറയുമ്പോഴത്തേക്കും റെൻ ആ ഒരു തോക്കെടുത്ത് അവന്റെ പോക്കറ്റിലേക്ക് വയ്ക്കും. അപ്പോഴാണ് അടുത്ത് മർഫി എന്ന് പറഞ്ഞ ഒരു പോലീസുകാരനുണ്ട്. അപ്പോഴാണ് മർഫി പറയുന്നത്, ആഷ്ലിയെ ഞങ്ങൾ കണ്ടുപിടിച്ചു, കാടിനകത്ത് വെച്ചാണ്, അവൻ മരിച്ച അവസ്ഥയിലാണ് ഞങ്ങൾ കണ്ടുപിടിച്ചത്, അത് അവന്റെ തലക്കടിച്ച് ആരോ കൊന്നിട്ടുണ്ട്. അപ്പോൾ ഹീറോ പറയും, ഹേയ് അവന്റെ കാര്യം എന്നോട് സംസാരിക്കാതെ, ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഇവിടെ നിന്ന് പോകാന്ന് പറയുമ്പോൾ മർഫി വീണ്ടും പറയും, ആഷ്ലിയുടെ ശരീരം കണ്ടുപിടിച്ച സ്ഥലത്ത് ഒരുപാട് രക്തം ഉണ്ടായിരുന്നു, അത് ആഷ്ലിയുടേത് മാത്രമല്ല, രണ്ടുപേരുടെ ബ്ലഡ് അവിടെ ഉണ്ടായിരുന്നു, ഒന്ന് ജാക്കിൻ്റെതാണ്, ജാക്കിന്റെ രക്തം ആഷ്ലിയുടെ മേലുണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചേ മതിയാവുമെന്ന് പറയുമ്പോഴത്തേക്കും ഹീറോ ജനാല വഴി പുറത്തേക്ക് നോക്കുമ്പോൾ ഇവരുടെ റിസപ്ഷനിൽ ഇരിക്കുന്ന ഒരു പെണ്ണുണ്ട്. അവൾ ഇപ്പോൾ ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ വെളിയിലേക്ക് വന്നിട്ട് എന്തോ ഒരു സുഖമല്ലാത്തതുപോലെ അവൾ അടുത്തൊരു മുറിയിലേക്ക് കയറി പോകുന്നു. ഇത് കണ്ട് നമ്മുടെ റെൻ ആണെങ്കിലോ പെട്ടെന്ന് ആ ഒരു പെണ്ണിന്റെ പുറകെ ഓടി പോകുമ്പോഴത്തേക്കും ഈ ഒരു പോലീസുകാര് അവനെ വിളിച്ച് പുറകെ വരുന്നുണ്ട്. റെൻ നീ എവിടേക്കാ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ആ ഒരു പെണ്ണിന്റെ പേര് ലീ എന്നാണ്. അവൾ വേറെ ആരുമല്ല, ഈ ഒരു ക്യാപ്റ്റന്റെ മകളാണ്. ഇവരെല്ലാവരും കൂടി അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അവൾക്ക് എന്തോ അസുഖം ബാധിച്ചതുപോലെ പെട്ടെന്ന് ഛർദ്ദിക്കാൻ തുടങ്ങും. ആശ എന്ന് പറഞ്ഞ അവൻ ചെയ്തതുപോലെ. അതുമല്ല കുറെ കഴിഞ്ഞിട്ട് അവളുടെ സ്വഭാവമെല്ലാം മാറി. നമ്മുടെ ഹീറോയോട് അവൾ പറയുന്നുണ്ട്, നീ ആരെയും കണ്ടുപിടിക്കാൻ പോകുന്നില്ല എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഹീറോ പറയും, ഇല്ല അവൾ ഇപ്പൊ തന്നെ ലോക്ക് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ആ ഒരു ക്യാപ്റ്റൻ, ഹേയ് നിനക്ക് എന്റെ മകളെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, ഞാൻ ഇപ്പോൾ എന്തായാലും അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പോവാണ്, നീ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യുന്നു പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോ ഇപ്പൊ എന്താ ചെയ്യുന്നത് വെച്ചാല് ആ ഒരു സ്ഥലമെല്ലാം ക്ലീൻ ചെയ്ത് അവന്റെ കൈയെല്ലാം വൃത്തിയാക്കുമ്പോൾ ടോയ്ലറ്റിനകത്ത് വെച്ച് അവന്റെ രൂപം തന്നെ കണ്ട് അവൻ പേടിച്ചിട്ട് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും ആ ഒരു പോലീസുകാർ അവിടെ നിൽക്കുന്നു. എന്നിട്ട്, ഹേ റെൻ നീ അവിടെ തന്നെ നിൽക്ക്, നിന്നെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പോവാണ് എന്ന് പറയുമ്പോൾ റെൻ പറയും, അല്ല എന്തിനി, നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ
ആഷ്ലിനെയും അതേപോലെ തന്നെ ജാക്കിനെ കൊന്നതിന്. ആഷ്ലിയുടെ ശരീരം കാടിനകത്ത് നിന്നാണ് ആൽമ കണ്ടുപിടിച്ചത് എന്ന് പറയുമ്പോൾ ഹീറോ ചോദിക്കും, ഹേയ് നിനക്ക് ആൽമ അറിയോ? അതെ ആൽമ അറിയാം. നിനക്കെങ്ങനെ അവളെ അറിയാം? അതെ അവളെന്റെ ഗേൾഫ്രണ്ട് ആണ്. അപ്പൊ ഇവര് പറയും, അതെ അവള് തന്നെയാണ് കൊല്ലാൻ ഉപയോഗിച്ച ആ ഒരു ആയുധവും കണ്ടുപിടിച്ചത്, അതുകൊണ്ട് നിന്നെ അറസ്റ്റ് ചെയ്യാണെന്നും പറഞ്ഞിട്ട് ഇവന്റെ അടുത്തേക്ക് വന്ന് അവനെങ്ങനെ അറസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഹീറോ പറയുന്നുണ്ട്, മർഫി നീ അത് ചെയ്യരുത്, നീയും ആ ഒരു ആടുകളെ കണ്ടു, അതെല്ലാം ഇവിടേക്ക് വരാൻ പോവാണ്, നമുക്കത് തടഞ്ഞേ പറ്റുള്ളൂ എന്നെല്ലാം പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇവരുടെ കൂടെയുള്ള ഒരു പോലീസുകാരൻ പെട്ടെന്ന് ഛർദ്ദിക്കാൻ തുടങ്ങും. അതുമല്ല അയാളുടെ രീതിയെല്ലാം മാറുന്നുണ്ട്. പെട്ടെന്നാണ് ആ ഒരു റൂമിനകത്ത് നിന്നും ലീ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണുണ്ടല്ലോ, അവളിപ്പോ വെളിയിലേക്ക് ഇറങ്ങി വന്ന് നിനക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നെല്ലാം പറഞ്ഞിട്ട് അവൾ അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴത്തേക്കും അവളുടെ ശരീരത്തിൽ ആ ഒരു തോലെല്ലാം ഉരിഞ്ഞു മാറി അവസാനം അവള് ഒരു മനുഷ്യ രൂപത്തിലുള്ള ആടായിട്ട് മാറുകയാണ്. എന്നിട്ട് അങ്ങനെ എഴുന്നേറ്റ് വന്ന് നമ്മുടെ മർഫിയെ കുത്താനായിട്ട് വരുമ്പോഴത്തേക്കും അവനാണെങ്കിൽ തോക്കെടുത്ത് അവളെ ഷൂട്ട് ചെയ്യാനായിട്ട് വരും. പക്ഷേ ബുള്ളറ്റ് ഇല്ല. ആ ഒരു സമയത്ത് തന്നെ അവൾ ഓടി വന്ന് മർഫിയെ ഇടിച്ചങ്ങ് തെറിപ്പിക്കുന്നതും അവന്റെ ബോധം പോയി. അതേസമയം തന്നെ നമ്മുടെ ഹീറോ പെട്ടെന്ന് എഴുന്നേറ്റ് ആ ഒരു ക്യാപ്റ്റനെ വിളിച്ചിട്ട്, ക്യാപ്റ്റൻ നമുക്ക് ഇവിടുന്ന് പോവാന്ന് പറയുമ്പോൾ ഇതിനകത്തുള്ള മറ്റൊരു പോലീസുകാരനുണ്ടല്ലോ, അയാളും ഇതുപോലെ തന്നെ ഒരു ആടായിട്ട് മാറാൻ പോവാണ്. അങ്ങനെ ഇവരവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോൾ അതിനകത്ത് ആ ഒരു 3 ആടുകൾ ഇവരെ നോക്കി നിൽക്കാണ്. അങ്ങനെ ആ ഒരു ക്യാപ്റ്റനെയും കൊണ്ട് ഹീറോ ഓടി അടുത്തുള്ള മുറിയിലേക്ക് കയറിയിട്ട് അവർ ഡോർ അടച്ച് അതിനകത്ത് നിൽക്കുമ്പോഴത്തേക്കാണ് ഹീറോ ആ ഒരു ക്യാപ്റ്റനോട് പറയുന്നുണ്ട്, ക്യാപ്റ്റൻ പേടിക്കണ്ട, നമുക്ക് എന്തായാലും അവരെ കൊല്ലാന്ന് പറഞ്ഞാൽ നിൽക്കുമ്പോഴത്തേക്കും ആ ഒരു ക്യാപ്റ്റന്റെ രീതി മാറി അയാളും പെട്ടെന്ന് ഛർദ്ദിക്കാൻ തുടങ്ങും. ഇതിലൂടെ തന്നെ മനസ്സിലായി അയാളും മാറാൻ പോവാണെന്ന്. അങ്ങനെ വേറെ വഴിയില്ലാതെ ഹീറോ അവിടെ നിന്നും ഡോറും തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി കാറും എടുത്തിട്ട് അവിടെ നല്ല വേഗതയിൽ ഇങ്ങനെ പോവാണ്. അങ്ങനെ വണ്ടി ഓടിച്ചിട്ട് അവസാനം നമ്മുടെ ഹീറോ വരുന്നത് ആ ഒരു പുഴയുടെ അടുത്തേക്ക്. എന്നിട്ട് അവിടെ വന്ന് നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ചെന്നായ അതേപോലെ തന്നെ ആടുകൾ ഇതെല്ലാം അവിടെ തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ ഹീറോ അവരോട് ചോദിക്കും, പ്ലീസ് എന്റെ മകൻ എവിടെ, എനിക്ക് അവനെ വേണമെന്ന് പറയുമ്പോൾ അത് തിരിച്ചു പറയുന്നുണ്ട്, നിനക്കറിയാം നിന്റെ മകൻ എവിടെയാണെന്ന്. അല്ല നിങ്ങൾ എന്താ ഈ പറയുന്നേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നിൽ നിന്ന് നിങ്ങൾക്ക് എന്താ വേണ്ടത്? അതോ എന്നെ മാറ്റാൻ ശ്രമിക്കുകയാണോ? എനിക്ക് എന്റെ മകനെ തിരിച്ചു വേണം. അത് പെട്ടെന്ന് വേറെ അടുത്തേക്ക് കൈ കാണിക്കുമ്പോൾ എന്തോ ഒരു വെളിച്ചം, അവിടേക്ക് പോകാനാണ് അത് കൈ കാണിക്കുന്നത്. അപ്പോൾ ഹീറോ പറയും ഇല്ല പോകത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും ആ ഒരു 2 ആടുകളുണ്ടല്ലോ അത് വന്ന് ഹീറോയെ വലിച്ചെടുത്ത് ആ ഒരു വെള്ളത്തിലേക്ക് കൊണ്ടുപോവാണ്. അവൻ വിടാനായിട്ട് പറയുന്നുണ്ടെങ്കിലും അത് കേൾക്കുന്നില്ല. അങ്ങനെ അവനെ വലിച്ചെടുത്തോട്ട് പോകുന്നതും പെട്ടെന്ന് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു നമ്മുടെ ജാക്കിന് എന്താണ് സംഭവിച്ചതെന്ന്. അന്ന് രാത്രി ജാക്ക് ആ ഒരു നായനെ കൊണ്ട് നടക്കാനായിട്ട് ഇറങ്ങി പോവല്ലോ. അങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കാണ് ആ ഒരു നായ എന്തോ ഒന്നിനെ കണ്ടിട്ട് പുറയിലേക്ക് നോക്കുന്നത്. സത്യത്തിൽ അവിടെ ഉണ്ടായിരുന്നത് ആ ഒരു ചെന്നായ അല്ലായിരുന്നു, അത് നമ്മുടെ ഹീറോ തന്നെയാണ്. അതുപോലെ അവൻ നല്ലതുപോലെ കുടിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ജാക്ക് പേടിച്ചിട്ട് ആ ഒരു പേടിയിലൊരു തെരുവാക്കിനെ പറയുമല്ലോ, അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഹീറോ പറയും, ഏയ് മര്യാദയ്ക്ക് സംസാരിക്കേ എന്ന് പറഞ്ഞ് അടുത്തേക്ക് വരുമ്പോൾ ജാക്ക് പറയുന്നുണ്ട് അവന്റെ 2ാം അച്ഛൻ ഒരിക്കലും ഇങ്ങനെയല്ല, അയാൾ കുറച്ചുകൂടി ഡീസന്റ് ആണെന്ന്. അപ്പൊ ഇതുകൂടി കേൾക്കുന്നത് ഹീറോ പറയും, ഓക്കെ നമുക്കൊന്ന് നീന്താനായിട്ട് പോയാലോ? ജാക്ക് പറയും, ഇല്ല എനിക്ക് പോകണം, അമ്മ ഇപ്പൊ എന്നെ അന്വേഷിക്കുന്നുണ്ടാവും എന്ന് പറയുമ്പോൾ, ഇല്ല കുറച്ചു നേരം എന്നോടൊന്ന് ചെലവഴിക്ക് എന്നും പറഞ്ഞ് നിർബന്ധിച്ച് ജാക്കിനെയും കൂട്ടി ആ ഒരു പുഴയിൽ കുളിക്കാനായിട്ട് പോവാണ്. എന്നിട്ട് ജാക്കിനെ കൊണ്ടുവന്ന് ആ ഒരു പുഴയുടെ കരയിലിട്ട് ആ ഒരു നായ്ക്കുട്ടിനെ കെട്ടിയിട്ടിട്ട് ഹീറോ എടുത്ത് വെള്ളത്തിലേക്ക് ഒരു ഒറ്റച്ചാട്ടം. ജാക്കും പുറകെ തന്നെ ചാടി നീന്തി നിൽക്കുമ്പോഴത്തേക്കാണ് ഹീറോ പറയുന്നത്, ഓക്കെ നമുക്കൊരു ഗെയിം കളിച്ചാലോ? ചെന്നായയും പുഴയും. ഞാനാണ് ചെന്നായ, നീ പുഴ. ഞാനൊരു ചോദ്യങ്ങൾ ചോദിക്കും, അതിന് നീ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞാൻ വെള്ളത്തിലേക്ക് മുക്കും. ഓക്കെ, 1ാമത്തെ ചോദ്യം, നിനക്ക് ബേസ്ബോൾ ഇഷ്ടമാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക്. എന്താന്ന് വെച്ചാൽ അന്ന് ഹീറോ ജാക്കുമായിട്ട് സംസാരിച്ച് തിരിച്ചു വന്നിട്ട് വീട്ടിൽ നിന്ന് അവൻ ജാക്കിനെ വിളിക്കുമല്ലോ. ആ ഒരു സമയത്ത് ജാക്കിന്റെ 2ാം അച്ഛനോടും അവൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അയാൾ പറഞ്ഞ എന്താണെന്നറിയോ? അപ്പോൾ ഹീറോ ജാക്കിനെ പറ്റി പറയും, ജാക്കിന് എന്തായാലും ബേസ്ബോൾ നല്ലതുപോലെ കളിക്കുന്നുണ്ട്, അതുപോലെ അവൻ ഇപ്പൊ കളിക്കുന്ന ടീം നല്ല ടീമാണ്, നമുക്ക് അതിൽ തന്നെ അവനെ പറഞ്ഞു വിട്ടാലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവന്റെ 2ാം അച്ഛൻ പെട്ടെന്ന്, ഹേയ് നിങ്ങളോട് ആര് പറഞ്ഞു ജാക്കിന് ബേസ്ബോളാണ് ഇഷ്ടമെന്ന്? നീ വെറുതെ അവനെ നിർബന്ധിച്ച് അത് കളിപ്പിക്കാൻ നിൽക്കണ്ട, അവനൊരു മ്യൂസീഷ്യൻ ആവാനായിട്ടാണ് താല്പര്യം എന്നുള്ള രീതിയിൽ അന്ന് പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോഴാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ ഈ ഒരു കാര്യം കാണിക്കുന്നതും ഹീറോ ഇപ്പൊ ജാക്കിനോട് ചോദിക്കും, സത്യം പറയും നിനക്ക് ബേസ്ബോൾ കളിക്കാനായിട്ട് ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ ജാക്ക് പേടിച്ചിട്ട് അതേ വെച്ചാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ കള്ളമാണെന്ന് മനസ്സിലാക്കി നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ ജാക്കിനെ വെള്ളത്തിനടിയിലേക്ക് എന്നെ മുക്കും. ഓ അപ്പോൾ ഞാൻ പറയുന്നത് നിനക്ക് ഇഷ്ടമല്ല, അവര് പറയുന്നതാണല്ലേ നിനക്ക് ഇഷ്ടം എന്നും പറഞ്ഞിട്ട് അവനെ വീണ്ടും പിടിച്ച് വെള്ളത്തിലേക്ക് മുക്കുമ്പോൾ ജാക്കിന് ഇപ്പൊ ശ്വാസം വിടുന്നുണ്ട്. അവൻ നിർത്താൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഹീറോ അത് കേൾക്കുന്നില്ല. ഇവിടെയാണ് ആ ഒരു 1.5 ടെസ്റ്റ്, വേറെ ഒന്നുമല്ല. വെള്ളത്തിൽ മുക്കി അവസാനം നമ്മുടെ ജാക്കിനെ ഹീറോ തന്നെയാണ് കൊല്ലുന്നത്. എന്തിനാണെന്നല്ലേ? ഒന്ന്, അവന്റെ ഭാര്യ അവനെ ഡിവോഴ്സ് ചെയ്തിട്ട് വേറൊരാളോടൊപ്പം ജീവിക്കുന്നു, അതുമല്ല അവന്റെ മകനായിട്ടുള്ള ജാക്കും ഇപ്പൊ അവനെ വിട്ട് അവരോടൊപ്പം കഴിയാണ്. അതുകൊണ്ട് തന്നെ തന്നിൽ നിന്നും ജാക്ക് ഒരുപാട് പിരിഞ്ഞു, അവൻ പറയുന്ന ഒരു കാര്യങ്ങൾ കേൾക്കുന്നില്ല എന്നുള്ള ആ ഒരു ദേഷ്യമെല്ലാം കാരണമാണ് ഹീറോ മദ്യപിച്ചിട്ട് ഈ ഒരു കാര്യം ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് നേരം അവനെ വെള്ളത്തിൽ മുക്കുമ്പോഴത്തേക്കും അവൻ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നു. അപ്പോൾ ഹീറോ പറയും, ഹേയ് ജാക്ക് മതിയാക്ക്, ബാ പോവാന്ന് പറയുമ്പോഴത്തേക്കും ജാക്ക് ആൾറെഡി മരിച്ചു കഴിഞ്ഞു. ഈ ഒരു കാര്യം മനസ്സിലാക്കി അവൻ പേടിച്ചു നിൽക്കുമ്പോഴത്തേക്കും കരയിൽ ആഷ്ലി എന്ന് പറഞ്ഞെടുത്തിട്ടുണ്ടല്ലോ, അവൻ ഈ ഒരു കാര്യങ്ങളെല്ലാം കാണുന്നുണ്ടായിരുന്നു. അതുമല്ല അവൻ നല്ലതുപോലെ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഹീറോ പെട്ടെന്ന് കരയിലേക്ക് കയറി വരുമ്പോഴത്തേക്കും അവൻ പേടിച്ച്
ഈ കാടിനകത്തേക്ക് ഓടിക്കയറും. അങ്ങനെ ഓടി ഓടി പോകുന്ന വഴിക്ക് കാല് തട്ടി അവൻ നേരെ താഴേക്ക് വന്ന് വീണിട്ട് ഹീറോ പുറകിലൂടെ വന്ന് അവന്റെ അടുത്തേക്ക് ഇരിക്കുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത്, സോറി, ഞാൻ ആരോടും ഈ ഒരു കാര്യം പറയത്തില്ല, എന്നോട് ക്ഷമിക്കണമെന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഹീറോ ഇതുവല്ലം കേൾക്കോ. അവന്റെ ആ ഒരു മാനസികാവസ്ഥയിൽ ഇത് വേറെ ആരും അറിയാതിരിക്കാൻ വേണ്ടി ആഷിയുടെ തലയിലേക്ക് കല്ലുകൊണ്ട് ഇടിച്ച് അവനെ കൊല്ലുന്നത് നമ്മുടെ ഹീറോ തന്നെയാണ്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ കാണിച്ചതിന് ശേഷം പെട്ടെന്ന് നമ്മുടെ ഹീറോ അവന്റെ വീട്ടിൽ നിന്ന് ചാടി എഴുന്നേൽക്കാണ്. എന്താന്ന് വെച്ചാല് നേരത്തെ നമ്മൾ കണ്ട കാര്യങ്ങളാണ് സത്യമായിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ അവൻ എഴുന്നേറ്റ് അവന്റെ ആ ഒരു മുറിയുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും അതിനകത്ത് ഈ ഒരു ചെന്നായിയുടെ രൂപം, അതേപോലെ തന്നെ ചുമരില് ഈ ഒരു ചെന്നായികളെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇതെല്ലാം വായിച്ചാണ് ഇവൻ ഈ ഒരു മാനസികാവസ്ഥയിലായിപ്പോയത്. അതുകൊണ്ട് സ്വയം ആ ഒരു ചെന്നായ മറ്റുള്ളവരെ കൊല്ലുന്നതെന്നും പറഞ്ഞ് ഇവൻ തന്നെയാണ് അവന്റെ മകനെയും ആഷ്ലിനെയും എല്ലാവരെയും കൊന്നിട്ടുള്ളത്. അങ്ങനെ ഹീറോ അവന്റെ റൂമിന്റെ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോഴത്തേക്കും അവിടെ കവറെല്ലാം ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനുള്ളിൽ ഒരു ബലൂണും ഇരിക്കുന്നു. ഇവൻ പെട്ടെന്ന് ആ ഒരു കവർ എടുത്ത് മാറ്റുമ്പോഴത്തേക്കും അതിനുള്ളിൽ നമ്മുടെ ജാക്കിന്റെ ശരീരം കൊണ്ടുവച്ചേക്കാണ്. അങ്ങനെ ഇതുകൂടി കണ്ട് അവനിപ്പോ സത്യങ്ങളെല്ലാം മനസ്സിലാക്കി പെട്ടെന്ന് കരയുന്നതും വെളിയിൽ എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നു. ഹീറോ അങ്ങനെ ഡോറും തുറന്ന് വെളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ ആ നാട്ടിലുള്ള എല്ലാ പോലീസുകാരും അവിടെയുണ്ട്. അതേപോലെ തന്നെ ആൽമയുണ്ടല്ലോ, അവളും വെളിയിൽ നിൽക്കുന്നു. ഇവിടെയാണോ അടുത്തൊരു ടെസ്റ്റ്. സ്റ്റാർട്ടിങ് മുതൽ ഇവിടം വരെ നമ്മൾ കണ്ട കാര്യങ്ങളില്ലേ, അതെല്ലാം നേരെ തിരിച്ചാണ്. എന്താന്ന് വെച്ചാല് ഹീറോ ആയിരുന്നു പോലീസുകാരൻ, അതേപോലെ തന്നെ ആൽമേനെയാണ് അവർ റോഡിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്നത്. പക്ഷെ അത് നേരെ തിരിച്ച് നമ്മുടെ ആൽമയാണ് ഹീറോയെ ആ ഒരു റോഡിൽ നിന്ന് പിടിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കും അവൻ ഈ ഒരു കാര്യങ്ങളെല്ലാം പറയുന്നത്. സത്യത്തിൽ നമ്മുടെ ആൽമയായിരുന്നു ആ ഒരു പോലീസുകാരി. ഇത്രയും നേരം നമ്മൾ കണ്ടത് ഹീറോ അവൻ ചിന്തിച്ചു കൂട്ടിയ കാര്യങ്ങളാണ്, അത് നേരെ തിരിച്ച്. അതുപോലെ ഇപ്പൊ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ ഹീറോ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും മനഃപൂർവ്വമായിരുന്നില്ല, എന്റെ അവസ്ഥ അങ്ങനെയായിരുന്നു, എന്നോട് ക്ഷമിക്കണമെന്നെല്ലാം പറഞ്ഞിട്ട് മുന്നിലേക്ക് നടന്നു വരുമ്പോൾ നമ്മുടെ ആൽമയുടെ പുറകിലായിട്ട് ആ ഒരു ചെന്നായ വീണ്ടും അവന്റെ മുന്നിലേക്ക് വരുന്നത്. എന്താണെന്ന് വെച്ചാല് അവന്റെ ആ ഒരു മാനസികാവസ്ഥ ഒരിക്കലും മാറിയിട്ടില്ല എന്ന് ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലായി. ഇതുകൂടി കാണുന്നത് ഹീറോ അടുത്ത് നിൽക്കുന്ന ആ ഒരു പോലീസുകാരന്റെ കയ്യിൽ നിന്ന് തോക്കെടുത്ത് ഈ ഒരു ചെന്നായനെ ഷൂട്ട് ചെയ്യാനായിട്ടാണ് വരുന്നത്. പക്ഷേ ഈ ഒരു പോലീസുകാർ വിചാരിക്കും ഇവരെ ഷൂട്ട് ചെയ്യാനാണെന്ന്. അങ്ങനെ അവരെല്ലാവരും കൂടി നമ്മുടെ ഹീറോയെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നതും ഈ ആൽമയുടെ മുഖത്ത് നിറയെ രക്തം. അങ്ങനെ ഹീറോ ഇവിടെ വെച്ച് മരിക്കുമ്പോഴത്തേക്കും ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയ്ക്കും ബൈ.